നമുക്കൊപ്പം പിയാസുനിൽ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പിയാസുനിൽ, വെരി ഗുഡ് ഈവനിങ് പിയാസുനിൽ. ഡൽഹിയിൽ നിൽക്കുമ്പോൾ പുതിയ നീക്കങ്ങൾ, സാധ്യതകളൊക്കെ കുറച്ചുകൂടി അടുത്തറിയാം. നാളെ പാർലമെൻറ്റ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്കു ശേഷം പുനഃസമ്മേളിക്കുകയാണ്. വീണ്ടും സമ്മേളിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത്. അതോടൊപ്പം CJPയുടെ പരിണാമം ഇനി എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് മാത്രമാണ് CJP. അതാണെങ്കിൽ നിശ്ചിതമായ നേതൃത്വമില്ല. 2-3 ചെറുപ്പക്കാർ മാത്രമാണ് ഇപ്പോഴും മീഡിയയുടെ മുന്നിൽ വരുന്നത്. അതിനിടയിലാണ് കോൺഗ്രസും CPM-ഉം രണ്ടു നേതാക്കളും, കേരളത്തിലെ 2 നേതാക്കൾ KC വേണുഗോപാലും MA ബേബിയുമാണ് ആ വാക്കു പറഞ്ഞത്. ഇത് മോദി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാണ് എന്നാണ്. അത്തരമൊരു വ്യാഖ്യാനത്തിലേക്ക് പോകാൻ സമയമായോ? ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെച്ചതുകൊണ്ട് മോദി സർക്കാരിനെയും മോദി സർക്കാർ പ്രതിനിധീകരിക്കുന്ന ഭരണകൂട വ്യവസ്ഥയും താഴെ ഇറക്കാനുള്ള ശേഷി ഈ CJP പ്രതിഷേധത്തിനുണ്ടെന്ന് കരുതാൻ കഴിയുമോ? ഞാൻ വിലയിരുത്തുന്നത് 2024 തന്നെ ഈ ഒരു രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ തുടക്കം ആരംഭിച്ചു എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി ആ ഒരു മാറ്റം എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 240 സീറ്റ് മാത്രമാണ് BJPക്ക് കിട്ടിയത്. അതായത് 272 സീറ്റ് കേവല ഭൂരിപക്ഷം നേടി 2014 അധികാരത്തിൽ വന്ന BJP 2019 303 സീറ്റിന്റെ മേൽക്കൈ നേടി. അവിടെ നിന്ന് 240 സീറ്റിലേക്ക് കൂപ്പുകുത്തിയത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. നോക്കുക, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇനി അടുത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതായിരിക്കില്ല ചിത്രം എന്ന് ഞാൻ കൃത്യമായി തന്നെ എൻ്റെ ഒരു വിലയിരുത്തൽ ആ നിലയ്ക്കാണ്. ഒരുപാട് ഫാക്ടറുകളുണ്ട്. ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം, യുവാക്കളുടെ സമരം, ഈ യുവാക്കളുടെ സമരം അതിന്റെ ആഘാതം കൂട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറയും. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ ആഘാതം ഈ സമരം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ അത് BJPയുടെ വലിയ വിജയമായിരുന്നു. BJP ചരിത്രത്തിൽ ആദ്യമായി കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി അധികാരത്തിൽ വന്നതാണ്. പക്ഷെ 2014 ശേഷം BJPക്ക് മുകളിൽ വളർന്ന നേതാവാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ BJPക്ക് എത്രയോ മുകളിലേക്ക് വളർന്നു. അപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിലാണ് പിന്നീട് BJP മുന്നോട്ട് പോയത്. അത് 2019 നമ്മൾ കണ്ടു, പക്ഷെ 2024 അത് നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ യുവാക്കളുടെ ഈ ഒരു സമരം ഉണ്ടായതോടുകൂടി, യുവാക്കളുടെ ഈ ഒരു സമരവിജയം ഉണ്ടായതോടുകൂടി കേന്ദ്ര സർക്കാർ തലത്തിൽ വിദ്യാഭ്യാസ രംഗത്താകെ വലിയ തട്ടിപ്പുകൾ നടക്കുന്നു എന്ന കാര്യം കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയൊക്കെ തന്നെ അംഗീകരിക്കുക കൂടിയാണ്. ഇപ്പോൾ BJP നേതാക്കൾ വിശദീകരിക്കുന്ന പോലെയല്ല. അതായത് ഈ യുവാക്കളുടെ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറും, രാജ്യദ്രോഹികൾ നുഴഞ്ഞു കയറും, അങ്ങനെ രാജ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായി ഇത് മാറും എന്നുള്ള നിലയിൽ BJP നേതാക്കൾ വിലയിരുത്തുന്ന പോലെയല്ല. ജന്തർ മന്ദിറിൽ സമരത്തിനെത്തിയവർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയവരൊന്നും ഭീകരവാദികളോ രാജ്യദ്രോഹികളോ ഒന്നുമല്ല. അവർ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയതാണ്. ആ പോരാട്ടം വലിയ വിജയമായി എന്നുള്ളതാണ്. നിവർത്തികേട് കൊണ്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ സർക്കാരിന് പോകേണ്ടി വന്നത്, പ്രധാനമന്ത്രിക്ക് പോകേണ്ടി വന്നത്. അവസാനത്തെ 48 മണിക്കൂറിലാണ് ആ തീരുമാനമുണ്ടായത്. 48 മണിക്കൂറിന് മുൻപ് വരെ ആ തീരുമാനം BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ യുവാക്കൾ, ഇപ്പോൾ ഈ സമരത്തിൽ വിജയിച്ച് തിരിച്ചുപോയ ഈ യുവാക്കൾ എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിലപാടെടുക്കുക എന്നത് BJPയെ സംബന്ധിച്ചും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലാകെ 99 കോടി വോട്ടർമാരാണല്ലോ ഉള്ളത്. ഇതിൽ 18 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 22 കോടി വോട്ടർമാരുണ്ട്. 22 കോടി വോട്ടർമാർ. ഇത് അതുപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ 18 മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള 2 കോടി വോട്ടർമാരുണ്ട്. 18 മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള 13% വോട്ടർമാരുണ്ട്. 18 മുതൽ 25% വരെ പ്രായമുള്ള 4.5 കോടി വോട്ടർമാരുണ്ട്. 18 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ള 22 കോടി വോട്ടർമാരുണ്ട്. അപ്പോൾ ഈ വോട്ടർമാർ എന്ത് തീരുമാനമെടുക്കും എന്നത് BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരിൽ ഭൂരിഭാഗം പേരും ഈ സമരത്തിനൊപ്പമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. ഇനി യുവാക്കളിൽ നിന്ന് നേരെ കർഷകരിലേക്ക് വരിക. കർഷകർ ഇപ്പോൾ തന്നെ, രാജ്യത്തെ ബഹുഭൂരിപക്ഷം കർഷകരും ഇപ്പോൾ തന്നെ BJPയുടെ കാർഷിക നയങ്ങൾക്കെതിരാണ്.
അതാണല്ലോ 2021 നമ്മൾ സിംഗു അതിർത്തിയിൽ കണ്ടിട്ടുള്ള വലിയ കർഷക സമരം. ഇപ്പോൾ അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഉണ്ടാക്കിയിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, ആ വ്യാപാര കരാറോടുകൂടി ഇന്ത്യയിലെ കാർഷിക രംഗത്ത് ഇത് വലിയ ആഘാതമാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ കർഷകർക്ക് വലിയ ആശങ്കയാണുള്ളത്. കാരണം തീരുവയില്ലാതെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ ഇനി ഇന്ത്യൻ വിപണിയിലേക്ക് വരാൻ പോവുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സോയാബീനാണ്, രണ്ടാമത്തേത് പരുത്തിയാണ്, മൂന്നാമത്തേത് ചോളമാണ്. ഈ 3 ഉൽപ്പന്നങ്ങളും ഇനി അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരും. നോക്കൂ, ഈ സോയാബീൻ എന്ന് പറയുന്ന കാർഷിക ഉൽപ്പന്നം തീരുവയില്ലാതെ ഇന്ത്യയിലേക്ക് വന്നാൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അതുപോലെ കർണാടക ഉൾപ്പെടെയുള്ള ഏതാണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ജനസംഖ്യാപരമായി വലിയ സ്വാധീനമുള്ള ഏതാണ്ട് ഭൂരിഭാഗം സംസ്ഥാനങ്ങളെയും അത് ബാധിക്കും. അതേപോലെ തന്നെയാണ് പരുത്തി. മഹാരാഷ്ട്രയിൽ എത്ര പരുത്തി കർഷകരാണ് ആത്മഹത്യ ചെയ്തത്? അതുകൊണ്ട് തന്നെ കർഷകർ കൂടി ഈ വിഷയത്തിൽ രംഗത്തിറങ്ങാൻ പോവുകയാണ്. വരുന്ന 28-ാം തീയതി സംയുക്ത കിസാൻ മോർച്ചയുടെ സമരപ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കർഷകരിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന വലിയ സമരമാണ്. അപ്പോൾ കർഷകരുടെ സമരം കൂടി വരാൻ പോകുന്നു. അപ്പോൾ തൊഴിലാളികൾ, ഇനി തൊഴിലാളികളിലേക്ക് വരാം. തൊഴിൽ ഇല്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. തൊഴിൽ മേഖല നേരിടുന്ന വലിയ പ്രശ്നമുണ്ട്. തൊഴിൽ കോഡ് കൊണ്ടുവന്നതിന് പിന്നാലെ നമ്മൾ കേരളത്തിലടക്കം കണ്ടതാണ്, ഒരുപാട് കമ്പനികൾ ജീവനക്കാരെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിടുകയാണ്. ഒരുപാട് കമ്പനികൾ പിരിച്ചുവിടുകയാണ്. കേരളത്തിൽ 2 കമ്പനികൾ ഇത്തരത്തിൽ, മൾട്ടിനാഷണൽ കമ്പനികൾ ഇത്തരത്തിൽ ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഈ തൊഴിൽ കോഡിന്റെ പിൻബലത്തിലാണ് ഇത്തരം പിരിച്ചുവിടലുകൾ നടക്കുന്നത്. അപ്പോൾ തൊഴിൽ എന്നത് ഒരു സ്ഥിരതയില്ലാത്ത ഒരു സംവിധാനമായി രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. അത് തൊഴിൽ മേഖലയെ ആകെ ബാധിക്കുന്നു. BMS അടക്കം, അതായത് BJPയുടെ തൊഴിലാളി സംഘടനയായ BMS അടക്കം ഇതിനെതിരെ രംഗത്ത് വരികയാണ്. BMSന്റെ യോഗത്തിൽ വരെ ഇക്കാര്യത്തിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ തൊഴിലാളികളുടെ വലിയ സമരം രാജ്യത്ത് ആരംഭിക്കാൻ പോകുന്നു. അപ്പോൾ യുവാക്കൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, മറ്റ് തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ, ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു വലിയ മുന്നേറ്റമായി മാറിയാൽ തീർച്ചയായും 2029 എന്ന് പറയുന്നത് BJPക്ക് അത്ര എളുപ്പമാകില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇനി അടുത്ത വർഷം ഗുജറാത്ത്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ സംസ്ഥാനങ്ങളിൽ കരപറ്റുക എന്നത് BJPയെ സംബന്ധിച്ച് അത്ര എളുപ്പമാകില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏതായാലും BJPയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ വെല്ലുവിളികളാണുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റുവെങ്കിൽ പോലും ഈ പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതാ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന തരത്തിലൊന്നും വിലയിരുത്താൻ കഴിയില്ല. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളൊരു വലിയ ആഘാതം ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആഘാതം തുടരുകയാണ്. ആ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധികളുള്ളത്. അതിനെതിരെയുള്ള വലിയ എതിർപ്പുകൾ അത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിനെതിരെയുള്ള നീക്കങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ സർക്കാരിന്റെ നയപരമായ വിഷയങ്ങളിൽ വലിയ വിയോജിപ്പുകളും എതിർപ്പുകളും താഴെത്തട്ടിൽ ശക്തമായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു നല്ല സൂചനയല്ല BJPക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിലയിരുത്തുന്നത് ഈ ജന്തർ മന്ദറിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള വിജയം, ഈ യുവാക്കളുടെ വിജയം, അത് 2012 അണ്ണാ ഹസാരെ നടത്തിയിട്ടുള്ള സമരവിജയം പോലെ തന്നെ ഞാൻ കണക്കാക്കുന്നത് ഇത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്ന് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. Meet the editors.